നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പേരാമ്പ്രയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ്. UDF-ഉം LDF-ഉം തമ്മിൽ കൊമ്പ് കോർക്കുകയാണ്. ഒടുവിൽ LDF സ്ഥാനാർത്ഥിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയക്കണമെന്ന സാഹചര്യത്തിൽ വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി നോക്കാം. പേരാമ്പ്രയിൽ LDF പ്രചാരണത്തിനെതിരെ UDF തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ്. UDF-ന്റെ സ്ഥാനാർത്ഥി അവിടെ ഫാത്തിമ തഹ്ലിയയാണ്. ഫാത്തിമയ്ക്കെതിരെ LDF മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ പ്രചാരണം നടത്തുന്നുവെന്ന ആരോപണം UDF ഉന്നയിച്ചു. UDF ജില്ലാ ചെയർമാൻ ബാലനാരായണൻ ഈ ഒരു ആരോപണം ഉന്നയിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയായിരുന്നു. LDF പ്രചാരണ വാഹനത്തിന്റെ അനൗൺസ്മെന്റിന്റെ വീഡിയോ സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത്. ഫാത്തിമ തഹ്ലിയെ പേരാമ്പ്രയിൽ സ്ഥാനാർത്ഥിയാക്കിയ മുസ്ലിം ലീഗ് മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നുവെന്ന രീതിയിലുള്ള അനൗൺസ്മെന്റാണ് LDF പ്രചാരണ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ വോട്ട് നമ്മുടെ ഗൗമിലെ കുട്ടിക്ക് എന്നാണ് ലീഗ് പ്രചാരണം നടത്തുന്നതെന്നും ഇത് മത ഏകീകരണത്തിന്റെ ചിഹ്നം വിളിയാണെന്നും മതവർഗീയതയുടെ തന്ത്രമാണ് ലീഗ് പയറ്റുന്നതെന്നുമായിരുന്നു അനൗൺസ്മെന്റ്. ലീഗിന്റെ മതരാഷ്ട്രീയ ധ്രുവീകരണത്തെ ചെറുത്തു തോൽപ്പിക്കണമെന്നും അനൗൺസ്മെന്റിൽ പറയുന്നു. ഇതാണ് UDF-നെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരിപ്പിച്ച കാഫിർ സ്ക്രീൻഷോട്ടിന്റെ തുടർച്ചയായാണ് LDF ഇത്തരം പ്രചാരണം നടത്തുന്നതെന്നാണ് UDF ആരോപിക്കുന്നത്. അതേസമയം നേതൃത്വം ഇക്കാര്യം അറിഞ്ഞിട്ടില്ലെന്നും പരിശോധിക്കുമെന്നും മതസ്പർദ്ധ വളർത്തുന്ന പ്രചാരണം നടത്തിയിട്ടില്ല എന്നുമാണ് LDF നൽകുന്ന വിശദീകരണം. എന്തായാലും പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ UDF-നായി മുസ്ലിം ലീഗ് വനിതാ നേതാവ് ഫാത്തിമ തഹ്ലിയയും LDF-നായി സിറ്റിംഗ് MLA-യും LDF കൺവീനറുമായ TP രാമകൃഷ്ണനുമാണ് മത്സരിക്കുന്നത്. മണ്ഡലം നിലനിർത്താനായി LDF-ഉം പിടിച്ചെടുക്കാനായി UDF-ഉം തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൂടി ഉടലെടുക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് TP രാമകൃഷ്ണന് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. UDF-ന്റെ പരാതിയിലാണ് നോട്ടീസ്. ഇടതുമുന്നണിയുടെ അനൗൺസ്മെന്റ് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന് ലംഘനമെന്ന പരാതിയാണ് ഉയർന്നത്. ഇതിലാണ് വിശദീകരണം തേടി ഇപ്പോൾ LDF സ്ഥാനാർത്ഥിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടറാണ് നോട്ടീസ് അയച്ചത്. പേരാമ്പ്രയിലെ അനൗൺസ്മെന്റ് ഇതിനോടകം തന്നെ വിവാദമായി. ഈ വിവാദത്തിന് പിന്നാലെയാണ് ഇപ്പോൾ നോട്ടീസ് അയക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. BJP-യേക്കാൾ ശക്തമായി വർഗീയ വിദ്വേഷം ആളിക്കത്തിച്ച് 4 വോട്ട് പിടിക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നതെന്ന ആരോപണവുമായി മുസ്ലിം ലീഗ്. സ്ഥാനാർത്ഥി TP രാമകൃഷ്ണന്റെ അറിവോടെയാണ് റെക്കോർഡ് ചെയ്ത അനൗൺസ്മെന്റ് പ്രചരിപ്പിക്കുന്നതെന്ന് UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയയും ആരോപിച്ചു. അനൗൺസ്മെന്റിനെ കുറിച്ച് അറിയില്ലെന്നും തങ്ങളുടെ പ്രവർത്തകരിൽ നിന്ന് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണെന്നുമാണ് TP രാമകൃഷ്ണൻ വ്യക്തമാക്കുന്നത്. അദ്ദേഹം പ്രതിരോധത്തിലായിരിക്കുകയാണ്. അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എങ്കിൽ പോലും ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി LDF-ന് സൃഷ്ടിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. 3 ദിവസം മുൻപാണ് വിവാദമായ മൈക്ക് അനൗൺസ്മെന്റ് തുടങ്ങിയത്. നമ്മുടെ ഗൗമിലെ മീൻസ് സമുദായത്തിലെ കുട്ടിയെ വിജയിപ്പിക്കണമെന്ന് മുസ്ലിം ലീഗുകാർ വീടുകൾ കയറി പറയുന്നതായാണ് അനൗൺസ്മെന്റ്. ഒരു സമുദായത്തെ അവഹേളിക്കുന്നതാണ് ഈ വിശേഷണം എന്നാണ് ആരോപണം. വടകര പാർലമെന്റ് മണ്ഡലം തിരഞ്ഞെടുപ്പിനിടയിൽ ഉയർന്ന കാഫിർ സ്ക്രീൻഷോട്ട്സ് വിവാദത്തിന് തുല്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അനൗൺസ്മെന്റ് വിവാദവും. പേരാമ്പ്രയിലെ സംഭവ വികാസങ്ങളും കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ സമാനമായി തന്നെ നിലനിൽക്കുകയാണ്. പ്രചാരണത്തിനെതിരെ UDF നിയോജക മണ്ഡലം ചെയർമാൻ K ബാലനാരായണനും KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അർജുൻ കറ്റിയാട്ടും യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് S സുനന്ദും രേഖകൾ സഹിതം തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജില്ലാ കളക്ടർക്കും DGP-ക്കും പരാതി നൽകി. എന്നിട്ടും ഒരു നടപടിയും എടുക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് ഫാത്തിമ തഹ്ലിയയുടെ ചോദ്യം. നിയമ നടപടികളുമായി ഏതറ്റം വരെയും പോകും. FIR പോലും ഇതേവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. പേരാമ്പ്രയുടെ മണ്ണിൽ ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങൾ വിജയിക്കില്ല. നാടിന്റെ മതനിരപേക്ഷ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ഫാത്തിമ പ്രതികരിച്ചു. ബാലുശ്ശേരി മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നടുവണ്ണൂരിൽ നിന്നാണ് പല റെക്കോർഡുകളും പേരാമ്പ്രയിൽ എത്തുന്നത്. അനൗൺസ്മെന്റ് കേട്ട ആവളയിലെ മുണ്ടക്കണ്ടി സലയിൽ രണ്ടാമതൊരിക്കൽ കൂടി കേട്ടപ്പോഴാണ് സംഭവം വ്യക്തമായത്. അനൗൺസ്മെന്റ് വാഹനത്തിന് പിറകെ പോയി റെക്കോർഡ് ചെയ്ത് മറ്റുള്ളവർക്ക് നൽകിയതോടെയാണ് ഇതിലെ അപകടം തിരിച്ചറിഞ്ഞത്. പേരാമ്പ്രയിലെ വിദ്വേഷ പ്രചാരണത്തിൽ പോലീസ് കേസെടുക്കാത്തത് പ്രതിഷേധാർഹമാണെന്നും എന്ന ഒരു ധ്വനി അല്ലെങ്കിൽ എന്ന ഒരു ആരോപണം നിലവിൽ എന്തായാലും ശക്തമാക്കുന്നുണ്ട്. മുൻകൂട്ടി തയ്യാറാക്കിയ അനൗൺസ്മെന്റ് ആണ്. അത് റെക്കോർഡ് ചെയ്തത് നടുവണ്ണൂരിലെ സ്റ്റുഡിയോയിൽ വെച്ചാണെന്നും ഇതിന് തെളിവുണ്ടെന്നുമാണ് ഈ UDF വ്യക്തമാക്കുന്നത്. അതേസമയം ഈ പേരാമ്പ്രയിലെ ഫാത്തിമ തഹ്ലിയെ സ്ഥാനാർത്ഥിയാക്കിയതിനു പിന്നാലെ ലീഗിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായി. അതായത് വനിതാ ലീഗിനോട് മുസ്ലിം ലീഗ് കാണിക്കുന്ന കടുത്ത അവഗണനയിൽ പ്രതിഷേധിച്ച് നൂർബിന റഷീദ് എന്ന വനിതാ ലീഗ് ദേശീയ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരുന്നു. കഴിഞ്ഞ തവണ കോഴിക്കോട് സൗത്തിൽ ലീഗ് സ്ഥാനാർത്ഥിയായിരുന്നു നൂർബിന. സ്ഥാനാർത്ഥി നിർണയത്തിൽ വനിതാ ലീഗിനെ അവഗണിച്ചെന്നും പാണക്കാട് തങ്ങളെ വിമർശിച്ചവർക്ക് സീറ്റ് നൽകിയെന്നുമായിരുന്നു നൂർബിനയുടെ ആരോപണം. വ്യാഴാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നിർണായകമായ ആരോപണങ്ങൾ നൂർബിന ഉന്നയിച്ചത്. രാജി പ്രഖ്യാപനം അടക്കം നടത്തിയത് നേതൃത്വത്തിന് രാജി അറിയിച്ചുകൊണ്ട് ഇമെയിൽ അയച്ചുവെന്നും എന്നാൽ പാർട്ടി വിടില്ലെന്നും അവർ വ്യക്തമാക്കി. മുസ്ലിം ലീഗിൽ തുടരാനാവുമെന്ന് കരുതുന്നുവെന്നും നാളത്തെ കാര്യം പറയാനാവില്ല എന്നും അവർ വ്യക്തമാക്കി. ഫാത്തിമ തഹ്ലിയക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് നൂർബിന റഷീദ് ഉയർത്തിയത്. ഹരിത വിവാദം സൃഷ്ടിച്ചയാളാണ് ഫാത്തിമ തഹ്ലിയ.
പാണക്കാട് തങ്ങളെ 4ാം ഖലീഫ എന്ന് ഫാത്തിമ തെഹ്ലിയ വിളിച്ചിട്ടുണ്ട്. പരാതി ഉണ്ടെങ്കിൽ ഉറച്ചു നിൽക്കണമായിരുന്നു. തെഹ്ലിയയ്ക്ക് സീറ്റ് നൽകില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി അടക്കം ഉറപ്പ് നൽകിയതാണ്. തെഹ്ലിയെ പാണക്കാട് കറങ്ങി നടന്നു. തങ്ങളുടെ വീട്ടിൽ പോകാൻ ഫാത്തിമയ്ക്ക് അവസരം നൽകി, എന്നാൽ തനിക്ക് പോകാൻ അനുവാദം നൽകിയില്ല എന്നും നൂർബീന റഷീദ് ആരോപിച്ചു. ഈ ഫാത്തിമയുടെ സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ നേരത്തെയും നൂർബീന രംഗത്തെത്തിയിരുന്നു. ഫാത്തിമ തെഹ്ലിയ ഒന്നും വനിതാ ലീഗിന്റെ മുഖമല്ലെന്നും അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ വിമർശനം ഉന്നയിക്കുന്ന സമൂഹ മാധ്യമങ്ങളിലെ വെട്ടുക്കിളി കൂട്ടത്തെ ഭയക്കുന്നില്ല എന്നും നൂർബീന പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ മൂല്യങ്ങളില്ല. ഇത്രയും കാലത്തിനിടയിൽ പാണക്കാട് കുടുംബങ്ങളെ മോശമായി ചിത്രീകരിക്കപ്പെട്ട സ്ഥിതിവിശേഷത്തോട് ഞങ്ങൾക്ക് മനസ്സുകൊണ്ട് യോജിക്കാൻ പറ്റില്ല. ഞങ്ങൾ വിയോജിപ്പ് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. സീറ്റ് കൊടുക്കരുതെന്ന്. തങ്ങൾമാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. പാണക്കാട് കുടുംബത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവരാണ്. ലോകത്താരും തങ്ങൾമാർക്കെതിരെ സംസാരിച്ചിട്ടില്ല എന്നും നൂർബീന ഫാത്തിമയെ ഉന്നമിച്ച് പറഞ്ഞിരുന്നു. ഫാത്തിമ തെഹ്ലിയ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ടതിൽ തെറ്റില്ല, പക്ഷേ ഞങ്ങൾക്കും തരണമായിരുന്നു. പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി 5 വർഷം കൗൺസിലറായി ഭരിച്ചു കാണിക്കട്ടെ എന്നും നൂർബീന വെല്ലുവിളിച്ചു. തലമുറ മാറ്റം വേണമെങ്കിൽ ഒരുപാട് പേർ വേറെ ഉണ്ടായിരുന്നു. അവരെ എന്തുകൊണ്ട് പരിഗണിച്ചില്ല? അയോഗ്യത എന്താണെന്ന് വ്യക്തമാക്കണമെന്നും നൂർബീന പറഞ്ഞു. കൃത്രിമ മതേതരത്വം കാണിക്കാനായാണ് ലീഗ് പലർക്കും സീറ്റ് നൽകിയതെന്ന് നൂർബീന കുറ്റപ്പെടുത്തി. നിങ്ങൾ വ്യാജ മതേതരത്വം കാണിക്കാനായി സീറ്റ് നൽകിക്കോളൂ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് ആർട്ടിഫിഷ്യൽ മതേതരത്വം ഒന്നിനും ഭൂഷണമല്ലെന്നും മതേതരത്വം ഹൃദയത്തിൽ നിന്ന് വരണമെന്നും നൂർബീന പറഞ്ഞു. ഒരു വശത്ത് സ്ഥാനാർത്ഥി LDFനെതിരെ ശബ്ദമുയർത്തുന്നു. അതിനിടയിൽ UDF സ്ഥാനാർത്ഥിക്കെതിരെ മറുവശത്ത് വിമർശനങ്ങളും ആരോപണങ്ങളും ഉയർന്ന് ലീഗിൽ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. എന്തായാലും നിലവിലെ വിവാദങ്ങൾക്ക് കാരണം ഫാത്തിമ തെഹ്ലിയെ പേരാമ്പ്രയിൽ സ്ഥാനാർത്ഥിയാക്കി മുസ്ലിം ലീഗ് മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്ന രീതിയിലുള്ള അനൗൺസ്മെന്റാണ് LDF പ്രചാരണ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇതാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. എന്തായാലും നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഈ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത ആവശ്യപ്പെട്ടുകൊണ്ട് LDF സ്ഥാനാർത്ഥിക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.